ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വണിൽ നടക്കുന്ന ചർച്ച, മീഡിയ വണിലെ മുതിർന്ന ജേർണലിസ്റ്റുകൾ മാത്രം പങ്കെടുത്ത് നടക്കുന്ന ചർച്ച, മീഡിയ വണ്ണിൻ്റെ നിലപാട് പറയുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് തന്നെയാണ് അവർ ആവർത്തിക്കുകയും ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പിന് മുമ്പും ഈ ചർച്ച കണ്ടിട്ടുണ്ട്. കണ്ടവർക്കൊക്കെ അറിയാം, അന്ന് UDF വേണ്ടി, എന്തിനേറെ പറയുന്നു VD സതീശന് വേണ്ടി നിലകൊണ്ട് പ്രവർത്തിച്ച് ക്യാമ്പയിൻ പോലെ വാർത്ത നൽകിയ ചാനലാണ് മീഡിയ വണിൽ വരുന്ന വാർത്തകളും ചർച്ചകളും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുമൊക്കെ വീടാന്തരം കയറി പറയുകയും ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ മീഡിയ വണ്ണും ജമാഅത്തെ ഇസ്ലാമിയുമാണ് UDF ക്യാമ്പയിൻ നയിച്ചത്, പ്രത്യേകിച്ച് മുസ്ലിം കേന്ദ്രങ്ങളിൽ എന്ന് എല്ലാവർക്കും അറിയാം. അതേ മീഡിയ വൺ UDF അധികാരത്തിൽ വന്നു, അവിടെ പ്രിയപ്പെട്ട VD സതീശൻ മുഖ്യമന്ത്രിയായി. ഇപ്പോഴിതാ നേരെ തിരിഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ രൂക്ഷ വിമർശനമാണ്. എന്തൊക്കെയാണോ ഇന്നലകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അതെല്ലാം വിഴുങ്ങുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. കോൺഗ്രസിൻ്റെ സ്വഭാവം അറിയുന്നവർ, അവരുടെ രാഷ്ട്രീയം അറിയുന്നവർ, ആ രാഷ്ട്രീയം മൃദു ഹിന്ദുത്വമാണ് എന്ന് അറിയുന്നവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ അതൊന്നും തയ്യാറായില്ല. അതിനേക്കാളും വലിയ വർഗീയവാദികളാണ്, BJPയേക്കാളും വലിയ വർഗീയവാദികളാണ് CPM എന്ന പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരുന്നത് കേരളത്തിൽ. അവരിതാ ഇപ്പോൾ എല്ലാം മാറ്റിപ്പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഇരുട്ടുമുറി ചർച്ച എന്ന് വിശേഷിപ്പിക്കുന്ന ആ ചർച്ചയിലെ ഒരു ഭാഗം പ്രേക്ഷകർ കാണണം. 2 മിനിറ്റ് മാത്രം. ഞാൻ പറഞ്ഞ LDF കഥ കഴിഞ്ഞല്ലോ. 3 ആഴ്ചയായി ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 18 ദിവസം കഴിഞ്ഞു. അപ്പോൾ LDF കാര്യം വിട്ടേക്കും. LDF ചെയ്തിട്ടുള്ള PM3 അടക്കമുള്ള കേന്ദ്ര സർക്കാരിനോട് വിധേയപ്പെട്ടു എന്ന വിമർശനങ്ങളെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിൽ വന്ന സർക്കാരാണല്ലോ. ഇനി LDF പറയരുത്, മോദി നെഹ്റുവിനെ പറയുന്ന പോലെ. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വന്നാൽ PM3 റദ്ദാക്കുമെന്നാണ്, നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വന്നാൽ കേരയിൽ റദ്ദാക്കുമെന്നാണ്, നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വന്നാൽ ഈ ഗൺമാന്മാർക്കെതിരെ കേസെടുക്കുമെന്നാണ്. ആദ്യത്തെ 2 ചെയ്തല്ലോ, ഒരു റിസ്ക്കും ഇല്ലാത്ത കാര്യമാണ്. കേരയിൽ ഞങ്ങൾ റദ്ദാക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ പെർമിഷൻ കിട്ടാത്തതും ഇവിടുത്തെ BJP അടക്കം എതിർക്കുകയും ചെയ്യുന്ന സംഗതിയായിരുന്നു കേരയിൽ. അത് റദ്ദാക്കി. ഗൺമാന്മാരുടെ കാര്യത്തിൽ കേസെടുത്തു. PM3യുടെ കാര്യത്തിൽ എന്താണ് എടുക്കാത്തത്, നിലപാടെടുക്കാത്തത്? അത് കേന്ദ്ര സർക്കാരുമായി തെറ്റേണ്ടി വരും. നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരുമായി തെറ്റുന്ന ഒരു പരിപാടിക്കും ഇല്ല എന്ന് ഈ സർക്കാർ തുടക്കത്തിലെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിനും ഇല്ല എന്നവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. കേന്ദ്രം നമുക്ക് തരേണ്ട ഫണ്ട് കൃത്യമായി തരുന്നില്ല എന്ന പ്രശ്നത്തിനകത്ത് അവർക്ക് പോയിന്റ് ഉണ്ടോ? ഇല്ല. ധവളപത്രം പുറത്തിറങ്ങുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ തോതിലുള്ള ഫണ്ട് അലോക്കേഷൻ ഇഷ്യൂവിൽ കേരളത്തോടക്കമുള്ള സംസ്ഥാനങ്ങളോട്, BJP ഭരണകൂടങ്ങളോട് വിവേചനം കാണിക്കുന്നു എന്ന പ്രശ്നം ഉന്നയിക്കുന്നുണ്ടോ? സീരിയസ് ആയിട്ട് ഉന്നയിക്കുന്നുണ്ടോ? ഇല്ല. അവരിപ്പോഴും അധികാരം ഒഴിഞ്ഞു പോയ CPIM കുറ്റം പറഞ്ഞ് 5 വർഷം ജീവിച്ചു പോകാം എന്ന് വിചാരിക്കുന്ന പോലെ തോന്നുകയാണ്. അപ്പൊ അതിനകത്ത് എടുക്കേണ്ട കാര്യം ചോദിച്ചാൽ, ഞങ്ങൾ PM3യിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നത് ആ മാൻഡേറ്റിന്റെ ഫലമായിട്ടാണ്. ഞങ്ങൾ PM3യിൽ നിന്ന് പിന്നോട്ട് പോകും. അതിന്റെ ഭാഗമായിട്ട് എന്ത് തരത്തിലുള്ള കോൺസിക്വൻസ് ഉണ്ടായാലും ഞങ്ങൾക്കത് വിഷയമല്ല എന്ന് പ്രഖ്യാപിക്കാൻ ഈ സർക്കാരിന് കഴിയാത്തത് അവർ ആദ്യത്തെ ക്യാബിനറ്റ് കൂടി തീരുമാനിച്ചിരിക്കുകയാണ്, നമ്മൾ കേന്ദ്രമായിട്ട് മുട്ടണ്ടെന്ന്. അത് ഈ സർക്കാരിന്റെ മുമ്പും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും CPIM പറഞ്ഞു, ഞങ്ങൾക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് പറഞ്ഞു നമുക്ക് ആവശ്യമുള്ള പൈസ കിട്ടുന്നില്ല, നമ്മുടെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്നു, നമ്മുടെ ഗ്രാന്റ് വെട്ടിക്കുറയ്ക്കുന്നു, നമ്മുടെ GST നഷ്ടപരിഹാരം തരുന്നില്ല എന്ന് പറയുമ്പോൾ അതിനെ ഒരു നിലയ്ക്ക് പിന്തുണയ്ക്കാതിരുന്നു. അത് നിങ്ങളുടെ മിസ്മാനേജ്മെന്റും നിങ്ങളുടെ ദൂർത്തും കൊണ്ടാണ് കേരളത്തിന് ഈ പറയുന്ന സാമ്പത്തികമായ പ്രശ്നം ഉണ്ടായത് എന്ന് പറയുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അവർ അധികാരത്തിൽ വന്നതിന് ശേഷവും കേന്ദ്ര സർക്കാരിനെതിരെ നിശിതമായി വിമർശിക്കുന്ന ഒരു ലൈൻ സ്വീകരിക്കുന്നില്ല. അങ്ങനെ സ്വീകരിക്കേണ്ടതില്ല എന്ന പൊതു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. അത്രേ ഉള്ളൂ അതിനകത്ത് കാര്യം. അല്ലേ PM3യിൽ നിന്ന് മുന്നോട്ട് പോകുന്ന പാട്? PM3 ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. PM3 ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറുമെന്നും ലെഫ്റ്റിന് വലിയ സെറ്റ് ബാക്ക് ഉണ്ടാക്കുമെന്നും CPI ഒക്കെ തിരിച്ചറിഞ്ഞല്ലോ വന്നത്. അതുകൊണ്ടാണല്ലോ അവരതിനകത്ത് കണിശമായ പോയിന്റ് എടുത്തത്. അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തിയ ഒരു മുന്നണി അധികാരത്തിൽ വന്നിട്ട് പറയാണ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആഴകുഴമ്പൻ വർത്താനം പറയാണ്. അത് തികഞ്ഞ ജനവഞ്ചനയാണ്, വോട്ട് ചെയ്ത മനുഷ്യന്മാരോടുള്ള വഞ്ചനയാണ്. അപ്പോൾ UDF സിമ്പിളാണ്, നീട്ടിപ്പരത്തി പറയേണ്ട കാര്യമില്ല. കേന്ദ്ര സർക്കാരുമായിട്ടൊരു ഒരു തർക്ക വിതർക്കത്തിന്, ഒരു സംഘർഷത്തിന് അവർ തയ്യാറല്ല. നോക്കൂ, കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ പോലും ഞങ്ങൾക്ക് അർഹമായ വിഹിതം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഡൽഹി പോയി സമരം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കറിയാം സംസ്ഥാനങ്ങളോട് കേന്ദ്രം വിവേചനം കാണിക്കുന്നുണ്ട് എന്ന കാര്യം. പക്ഷെ അവരത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. എങ്ങനെയും സൗഹാർദ്ദത്തിന്റെ പാതയിൽ, പരമാവധി മെയ്വഴക്കത്തിന്റെ പാതയിൽ കേന്ദ്ര സർക്കാരുമായി പോകാമെന്ന് ആലോചിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിനെ കുറിച്ചുള്ള വിമർശനം എന്തായിരുന്നു? കേരളയിൽ കിട്ടാനും അല്ലെങ്കിൽ കേന്ദ്ര വിഹിതം കിട്ടാനും ഒക്കെ അവരും ഒരു കൺഫ്രണ്ടേഷൻ ഇല്ലാത്ത, തർക്കമില്ലാത്ത ഒരു ലൈൻ സ്വീകരിക്കുന്നു എന്നതിനെയാണല്ലോ ഈ സംഘ്പരിവാർ ബന്ധം എന്ന മട്ടിൽ ഇവർ വിമർശിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇതും അത് തന്നെയല്ലേ? അപ്പൊ ഇത് അങ്ങേയറ്റത്തെ ഉൾട്ടയാണ്, ജനവഞ്ചനയാണ്. പറഞ്ഞ രാഷ്ട്രീയം മറ്റൊക്കെ മാറ്റിയെടുത്തേക്കാം. ഉറക്കെ പറഞ്ഞ രാഷ്ട്രീയമുണ്ടല്ലോ, ഞങ്ങളുടെ സംഘ്പരിവാർ വിരുദ്ധത, 100% പ്യൂർ ആയിട്ടുള്ള ഞങ്ങളുടെ സംഘ് വിരുദ്ധത എന്നൊക്കെ പറയുന്ന സംഗതി തട്ടിപ്പാണെന്ന് വെളിപ്പെടുന്ന ഒന്നാണ്. അത് ഇവരുടെ കാഴ്ചപ്പാടിനകത്തും ഇവരുടെ സൂക്ഷ്മതയ്ക്കകത്തും എപ്പോഴും പ്രശ്നമുണ്ട്. ആരാണ് പറയുന്നത്?
മീഡിയ വണ്ണാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ്. കോൺഗ്രസിന് വേണ്ടി UDFന് വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുത്ത ചാനലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രചാരണത്തിൻ്റെ കുന്തമുന. സംശയം വേണ്ട, മീഡിയ വൺ ചാനലായിരുന്നു. അതേ ചാനൽ ഇപ്പോൾ പറയുന്നു, ഇതാ കോൺഗ്രസ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന്. കോൺഗ്രസ് BJPയുടെ വഴിയെ പോകുന്നു എന്ന്. കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനോട് അവരുടെ നിലപാടിനോട് പ്രതികരിക്കുന്നില്ല, അവരുമായി സംഘർഷത്തിലില്ല എന്ന് പറഞ്ഞ് കേരളത്തിൽ BJPക്ക് വഴിവെട്ടുന്നു. സർവകലാശാലകളിൽ നാം അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ മഹാത്മാഗാന്ധി സർവകലാശാല BJPയുടെ കയ്യിലായി. എന്ന് വെച്ചാൽ ഭൂരിപക്ഷം സെനറ്റ് അംഗങ്ങളും BJPയുടെ അംഗങ്ങളായി മാറിയിരിക്കുന്നു. ഗവർണർ നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. ആരും ചോദിക്കുന്നില്ല, ആരും പറയുന്നില്ല, ഒരാൾ പോലും കോടതിയിൽ പോകുന്നില്ല. സർക്കാർ കോടതിയിൽ പോകണ്ടേ, പ്രതികരിക്കണ്ടേ? എന്തധികാരമാണ് ഗവർണർക്കുള്ളത്? സർക്കാർ കൊടുക്കുന്ന പട്ടികയിൽ നിന്നല്ലേ നോമിനേറ്റ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ഒരു മന്ത്രിയും ചോദിക്കുന്നില്ല, മുഖ്യമന്ത്രിയും ചോദിക്കുന്നില്ല, ഒരു കോൺഗ്രസ് നേതാവും ചോദിക്കുന്നില്ല, കോൺഗ്രസ്സുകാരനും ചോദിക്കുന്നില്ല. കാരണം ഏറ്റുമുട്ടലില്ല BJPയുമായി എന്ന്. ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നു. PM ശ്രീ നടപ്പാക്കാൻ തീരുമാനിക്കുന്നു. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. BJP നേതാവായ ശ്രീധരൻ്റെ റെയിൽ പദ്ധതി, അതിവേഗ റെയിൽ പദ്ധതി നടപ്പാക്കാൻ ഒന്നിച്ചിറങ്ങുന്നു BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശനും. എല്ലാം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിൻ്റെ സൂചന തന്നെയാണ്. BJP കേരളത്തിൽ അധികാരത്തിൽ വരണമെന്നില്ല, RSSന് കേരളത്തിൽ അധികാരം കിട്ടണം എന്നൊന്നും പറയുന്നില്ല. ഉള്ളവർക്ക് RSSൻ്റെ മനസ്സുണ്ടായാൽ മതി. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു മീഡിയ വണ്ണും ജമാഅത്തെ ഇസ്ലാമിയും. അപ്പോഴും അവർ സർക്കാരിനെ, VD സതീശനെ വിമർശിക്കാതെ ഇരിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവ്വ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ അവർക്ക് നിലപാടെടുത്ത് മുന്നോട്ട് വരേണ്ടി വരും. എന്താണ് കോൺഗ്രസ് എന്ന് ജനങ്ങൾക്ക് അറിയാം. കുറച്ചു കാലം തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞു. ആ തെറ്റിദ്ധാരണ അവർ സ്വയം തിരുത്തിക്കൊള്ളും എന്ന കാര്യം സംശയമേയില്ല. കേരളത്തിൻ്റെ പോക്ക് അപകടകരമായ പോക്കാണ്.